രാജ്യം കടന്നുപോയ കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ മതസ്പർദ്ധയും ഹെയ്റ്റ് സ്പീച്ചും അതോടൊപ്പം തന്നെ വംശവെറിയും വർഗീയതയൊക്കെ പൂണ്ടുനിന്ന അഴിഞ്ഞാടിയ ഒരു വർഷമാണ്. അതിലേറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിരുദ്ധതയാണ്. മുസ്ലിങ്ങളാണ് അതിനേക്കാൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. ബീഫ് അല്ലെങ്കിൽ പശു എന്നതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെ രാജ്യത്ത് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. പല ആളുകൾക്കും അക്രമങ്ങൾക്കിരയായി. ഒരുപാട് സംഭവവികാസങ്ങളുണ്ടായി. പശു ഹിന്ദു സമൂഹത്തിൻ്റെ അമ്മയാണ് എന്ന് സംഘപരിവാരത്തിൻ്റെ ബജരംഗദൾ ഉൾപ്പെടെയുള്ള പല ആളുകളും അവകാശവാദം ഉന്നയിച്ചു. പശുവിനെ കൊല്ലാൻ പാടില്ല, ബീഫ് ഇറച്ചി കഴിക്കാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് കോലാഹലങ്ങൾ. അതിനപ്പുറം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ഹലാൽ വിവാദമുണ്ടായി. ഹലാൽ എന്ന് പറയുന്നത് ഒരു മതമൗലികവാദത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിലടക്കം അത്തരം ഹലാലിനെതിരെ ബഹിഷ്കരണവും പല സംഭവവികാസങ്ങളും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ബീഫിൻ്റെ പേരിൽ ഒരു മതവിഭാഗത്തിൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ദൈവമായി പശുവിനെ കാണുകയും അത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കുകയും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു മതവെറിക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ BJP ഗവൺമെൻറ് സംഘപരിവാരം രാജ്യത്ത് കിണഞ്ഞു പരിശ്രമിച്ചു. അതിൻ്റെ പല സംഭവവികാസങ്ങളും ഉണ്ടായി. കലാപങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ ബീഫിൻ്റെ പേരിൽ സംഘപരിവാരത്തിൻ്റെ നേതാക്കൾ വലിയ കാശുണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നരേന്ദ്രമോദി ഒമാനിൽ പോയത് ഹലാൽ ബീഫ് ബഫാലോ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാനാണ്. ഇപ്പോൾ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2026 ആവുമ്പോഴത്തേക്കും $30 ബില്യൺ മുകളിൽ ബീഫ് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ദൈവമായി ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ദൈവമായി പശുവിനെ സങ്കല്പിക്കുകയും പശുവും ബീഫും കൊല്ലാൻ പാടില്ല, അത് അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കച്ചവടം ചെയ്യുന്ന ആളുകളെ, കന്നുകാലി കച്ചവടം ചെയ്യുന്ന ആളുകളെ പോലും കൈകാര്യം ചെയ്യുന്ന അവസ്ഥ. കേരളത്തിൽ പോലും പല സംഭവവികാസങ്ങളുമുണ്ടായി. അങ്ങ് പേരാമ്പ്രയിൽ ഹലാൽ വിവാദമുണ്ടായി. അതേപോലെ തന്നെ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ പേരാമ്പ്രയിലും കേരളത്തിലടക്കമുണ്ടായി. അതേപോലെ കർണാടകയിലുണ്ടായി. അത്തരത്തിൽ ഒരുപാട് സംഭവവികാസങ്ങളുണ്ടായി. സാധാരണക്കാരായ ആളുകളെ ഇത്തരത്തിൽ ബീഫ് കച്ചവടം ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ കൈകാര്യം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ BJP കോർപ്പറേറ്റ് കമ്പനികൾക്ക് അതേ ബീഫ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്ത് അമ്മയെ തല്ലിക്കൊന്നുകൊണ്ട് അതിന് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് അതിനു വേണ്ടിയ പുതിയ കരാറുകൾ ഉണ്ടാക്കുന്നതിന് മോദി സർക്കാരിന് ഒരു ഉളുപ്പുമില്ല. അതേ അവസരത്തിൽ സംഘികളായ കുറച്ചാളുകളെ തെരുവിലേക്ക് ആളുകളെ കൊല്ലാനും അതോടൊപ്പം തന്നെ കുറേ സംഘികൾക്ക് ജയിലറെ സമ്മാനിക്കാനും കേസ് സമ്പാദിക്കാനും കേരളത്തിലെ RV ബാബു ഉൾപ്പെടെയുള്ള സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെയും പേരിൽ കേസെടുക്കാനും ഒരു കാരണമായി. UP യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ ഹലാൽ ഭക്ഷണങ്ങൾ നിരോധിച്ചപ്പോൾ അതേ ഹലാൽ ഭക്ഷണം, ഹലാൽ ബീഫ് മോദി ഒമാൻ അടക്കമുള്ള രാജ്യമൊത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി സംഘപരിവാരം കേരളത്തിലും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യാപകമായി ബീഫിനെയും പശുവിനെയും ഉപയോഗിക്കുമ്പോൾ അതേ പശുവിനെ ഉപയോഗിച്ചുകൊണ്ട് അതേ ബീഫ് ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ കോടികൾ സമ്പാദിക്കുന്ന, അവരുടെ പേരിൽ പല ബിനാമികളുടെ പേരിലും കോടികൾ സമ്പാദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവരമില്ലാത്ത സംഘികൾ ബീഫ് പശു എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ള സ്വൈര്യ ജീവിതവും നഷ്ടപ്പെടുത്താൻ വേണ്ടി, അവരുടെ കുടുംബം പട്ടിണിയാക്കാൻ വേണ്ടി കുറച്ച് തല്ലിക്കൊലകളും കേസുകളും ആയി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ ബീഫിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സംഘികൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്.
മോദിയും അതോടൊപ്പം തന്നെ മോദിയുടെ കൂട്ടാളികളും ഈ സംഘപരിവാരത്തെ വളരെ കൃത്യമായി വിഡ്ഢികളാക്കിക്കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കലാപമുണ്ടാക്കാൻ വേണ്ടി അവരെ തെരുവിൽ തല്ലാനും കൊല്ലാനും വിധിക്കപ്പെടുമ്പോൾ അവരുടെ നേതാക്കൾ കോടികൾ സമ്പാദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, RSS നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ബീഫും പശുവും ആടും അല്ലെങ്കിൽ മറ്റ് ഇതൊന്നും ഇവരുടെ അമ്മയോ അച്ഛനോ മറ്റൊന്നുമല്ല, മറിച്ച് കേവലം കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള അല്ലെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ള സ്വന്തം പാർട്ടി പ്രവർത്തകരെ, സ്വന്തം RSS അണികളെ വിഡ്ഢികളാക്കിക്കൊണ്ട് സമ്പത്തുണ്ടാക്കാനുള്ള, കോടികൾ സമ്പാദിക്കാനുള്ള, ശതകോടീശ്വരാക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് ബീഫും പശുവുമൊക്കെ. ഇവർക്ക് സ്വന്തം പ്രവർത്തകരോട് പോലും യാതൊരു കൂറുമില്ല. വിവാദമുണ്ടാക്കിക്കൊണ്ട് ഹലാൽ ജിഹാദ് നടത്തുന്നു. അതേപോലെ തന്നെ മറ്റ് സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി വർദ്ധിക്കുന്നു എന്ന് സംഘപരിവാരം പറയുമ്പോൾ അതേ സംഘപരിവാരത്തിൻ്റെ നേതാക്കൾ അത് ഉപയോഗിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ സംഘികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തിരിച്ചറിയാൻ കഴിവില്ലാതെ തലച്ചോറ് നശിച്ച വെറും മന്ദബുദ്ധികളായി ഇപ്പോഴും ബീഫിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു കാഴ്ചയാണ്. ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ വളരെ കൃത്യമായ ഒരു നിലപാടെടുത്ത് കുറേ കാലമായി ന്യൂനപക്ഷ വിഭാഗത്തിലെ മുസ്ലിം സമൂഹത്തിലെ ആളുകളെ ബീഫിൻ്റെ പേരിൽ തല്ലിക്കൊലയും മറ്റു സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പശു അമ്മയാണെന്നും പശു ദൈവതുല്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സംഘപരിവാരം ഈ ഒരു കലാപശ്രമങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ പശുവിനെ ഒരു ദേശീയ മൃഗമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ചില സംഘടനകൾ രംഗത്ത് വന്നത് സത്യത്തിൽ BJPക്ക് വലിയ തിരിച്ചടിയായി. BJPയെ സംബന്ധിച്ചിടത്തോളം പശുവിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കുമ്പോൾ അതേ പശുവിനെ ഒരു ദേശീയ മൃഗമാക്കിക്കൊണ്ട് ആ പശുവിനെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തണമെന്നും അത്തരത്തിൽ കയറ്റുമതി ഗോമാതാവിൻ്റെ ഇറച്ചി ഗൾഫ് രാജ്യങ്ങളിൽ വിൽക്കുന്നത് ആളുകളെ അത് വാങ്ങാൻ പാടില്ലെന്നും ഇന്ത്യയിലെ ചില ഹിന്ദു സമൂഹത്തിലെ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു നിലപാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ചില സംഘടനകൾ രംഗത്ത് വന്നത് സത്യത്തിൽ സംഘപരിവാരത്തിൻ്റെ ഉഡായ്പ് രാഷ്ട്രീയ കാപട്യങ്ങൾ തിരിച്ചറിയാൻ കൂടി കാരണമായി. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പറയുന്നത് അങ്ങനെ പശുവിനെ ദേശീയ മൃഗമാക്കാൻ കഴിയില്ല എന്ന്. കാരണം ഗോമാതാവ് എന്നാണല്ലോ പറയുന്നത്, അമ്മയെ മൃഗമാക്കാൻ കഴിയില്ല എന്ന് ഒരുപക്ഷെ അവർ ന്യായീകരിച്ചേക്കാം. എന്നാൽ മൃഗത്തെ അമ്മയാക്കാൻ അവർക്കൊരു മടിയുമില്ല. സമ്പത്ത് കിട്ടുകയാണെങ്കിൽ, ഡോളർ കിട്ടുകയാണെങ്കിൽ, കറൻസി, വിദേശ കറൻസികൾ നേതാക്കളുടെ പോക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയുള്ള മൃഗങ്ങളെ, പശുവിനെയും പോത്തിനെയും എല്ലാ മൃഗങ്ങളെയും അറുത്ത് അത് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകി ചില കുറച്ച് പണ്ഡിതന്മാരുടെ നിന്ന് അല്ലെങ്കിൽ ചില ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു വിഭാഗമാണ് BJP എന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന ഒരു കാഴ്ചയാണ്. കേരളത്തിലെ ഹലാൽ ഭക്ഷണം കഴിക്കുന്നവർക്കെതിരെ, അത്തരം ഹലാൽ ഹോട്ടലുകൾക്കെതിരെ, അത്തരം ഹലാൽ ഭക്ഷണങ്ങൾക്കെതിരെ സംഘപരിവാരം വിദ്വേഷ പരാമർശം നടത്തുമ്പോൾ മറുഭാഗത്ത് അന്തർദേശീയ തലത്തിൽ ഹലാൽ ഭക്ഷണങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ട് കാശുണ്ടാക്കാനുള്ള തിരക്കിലാണ് BJP നേതാക്കൾ. മോദി അടക്കമുള്ള ആളുകൾ ഇതുവഴി ശതകോടീശ്വരനായിട്ടുണ്ടാവും. പല വിദേശ രാജ്യങ്ങളിലും തൻ്റെ അറിയാത്ത ഒരുപാട് സമ്പത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരുവിൽ തല്ലിച്ചാവാനും കേസുണ്ടാക്കാനും വിധിക്കപ്പെട്ട ആളുകളായി സംഘപരിവാരത്തിൻ്റെ അണികൾ, RSSൻ്റെ അണികൾ, ബജരംഗ് ദളിൻ്റെ അണികൾ, ശിവസേനയുടെ അണികൾ മാറുന്നതും BJPക്ക് വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത്.